2026 IPL സീസണിൽ പഞ്ചാബ് കിങ്സ് തങ്ങളുടെ ആധിപത്യം ശരിക്കും തെളിയിച്ചു. 29ാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ 54 റൺസിന്റെ ഒരു തകർപ്പൻ വിജയം അവർ സ്വന്തമാക്കി. റൺമഴ കണ്ട ഈ മത്സരം 2026 ഏപ്രിൽ 19-ന് ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു നടന്നത്. ഈ നിർണായക വിജയം പഞ്ചാബിന്റെ പോയിന്റ് നില ഉയർത്തുക മാത്രമല്ല ചെയ്തത്, ലീഗ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. ഒരു റെക്കോർഡ് ബാറ്റിംഗ് പ്രകടനമാണ് ഈ വിജയത്തിന് അടിത്തറ പാകിയത്. മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച 182 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടായിരുന്നു ഇതിലെ പ്രധാന ആകർഷണം. കിങ്സിന്റെ സ്ഥിരതയാർന്ന പ്രകടനം അവരെ ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാത്ത ഏക ടീമാക്കി മാറ്റി. ഇത് അവരുടെ കിരീട പ്രതീക്ഷകൾക്ക് വലിയ കരുത്ത് പകരുന്നുണ്ട്. ലക്നൌ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ തുടർച്ചയായ മൂന്നാം തോൽവിയാണ്. ഇത് സ്ഥിരത കണ്ടെത്താൻ അവർ നടത്തുന്ന പോരാട്ടം കൂടുതൽ കടുപ്പത്തിലാക്കുകയും ഈ കടുത്ത മത്സരത്തിൽ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പഞ്ചാബ് കിങ്സ് അവരുടെ 20 ഓവറിൽ 7 വിക്കറ്റ് പോയി 254 റൺസ് എന്നൊരു വമ്പൻ സ്കോറാണ് അടിച്ചുകൂട്ടിയത്. ബാറ്റിംഗിൽ അവർ ശരിക്കും കളം നിറഞ്ഞു കളിച്ചു. യുവ ഓപ്പണർ പ്രിയൻഷ് ആര്യ വെറും 37 പന്തിൽ നിന്ന് 93 റൺസ് അടിച്ചുകൂട്ടി മുന്നിൽ നിന്നു. 251.35 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ആ വെടിക്കെട്ട് പ്രകടനം. കൂപ്പർ കോണലി 46 പന്തിൽ നിന്ന് 87 റൺസടിച്ച് ആര്യയ്ക്ക് മികച്ച പിന്തുണ നൽകി. രണ്ടാം വിക്കറ്റിൽ അവർ ചേർന്നടിച്ച 182 റൺസിന്റെ കൂട്ടുകെട്ട് ശരിക്കും ശ്രദ്ധേയമായി. പഞ്ചാബ് കിങ്സിന്റെ IPL ചരിത്രത്തിൽ 100-ലധികം റൺസടിച്ച കൂട്ടുകെട്ടുകളിൽ ഏറ്റവും വേഗത്തിൽ റൺസ് വന്ന കൂട്ടുകെട്ടുകളിൽ ഇത് രണ്ടാമത്തേതാണ്. ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസിന് തുടക്കം മുതലേ കാര്യങ്ങൾ അത്ര പന്തിയല്ലായിരുന്നു. മിച്ചൽ മാർഷ് 40 റൺസ്, ആയിഷ ബദോണി 35 റൺസ്, ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 23 പന്തിൽ 43 റൺസ് എന്നിവരൊക്കെ ഒരു ചെറിയ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും പഞ്ചാബിന്റെ ആ വമ്പൻ സ്കോറിനടുത്ത് പോലും എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം 5 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസിൽ ലക്നൌവിന്റെ ഇന്നിംഗ്സ് അവസാനിച്ചു. ലക്നൌവിന്റെ ബോളർമാരിൽ മണിമാരൻ സിദ്ധാർത്ഥവും പ്രിൻസ് യാദവും 2 വിക്കറ്റ് വീതം നേടിയെങ്കിലും കിങ്സിന്റെ ആഞ്ഞടിച്ചുള്ള ബാറ്റിംഗിന് തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ റിസൾട്ട് IPL 2026 പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇപ്പോൾ പഞ്ചാബ് കിങ്സ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ. 6 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങളും ഒരു നോ റിസൾട്ടുമായി അവർക്ക് 11 പോയിന്റുണ്ട്. കൂടെ +1.420 എന്ന മികച്ച നെറ്റ് റൺ റേറ്റുമുണ്ട്. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ അവരുടെ ഈ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ അവരെ ഒരു പ്രധാന ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ കാര്യം അങ്ങനെയല്ല. അവരുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുകയാണ്. അവർ പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്തേക്കാണ് താഴ്ന്നുപോയത്. 6 കളികളിൽ നിന്ന് വെറും 2 വിജയങ്ങളും -1.173 എന്ന നെറ്റ് റൺ റേറ്റുമായി LSG ഇപ്പോൾ വലിയൊരു പ്രഷറിലാണ്. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ അവർക്ക് അവരുടെ പ്രകടനത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തേണ്ടിവരും. ഈ രണ്ട് ടീമുകളുടെയും ചരിത്രം നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒപ്പത്തിനൊപ്പം നിന്ന പോരാട്ടങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഈ കളിക്ക് മുൻപുവരെ അവർ 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2 ടീമുകൾക്കും 3 വിജയങ്ങൾ വീതമുണ്ടായിരുന്നു. ഈ വിജയത്തോടെ നേർക്കുനേർ കണക്കിൽ പഞ്ചാബ് കിങ്സിന് 4 മുതൽ 3 വരെ എന്ന നിലയിൽ ഒരു മുൻതൂക്കം ലഭിച്ചു. ഇത് ലീഗിൽ ഈ ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിന് കൂടുതൽ ചൂട് പകർന്നിരിക്കുകയാണ്. മാർച്ച് 28-ന് തുടങ്ങി മെയ് 31 വരെയാണ് IPL 2026 സീസൺ നടക്കുന്നത്. 10 ടീമുകളും 74 മത്സരങ്ങളും അടങ്ങുന്ന ഈ ടൂർണമെന്റിൽ കടുപ്പമേറിയ പോരാട്ടങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കാം.